ഹലോ ഗായ്സ്, അപ്പോൾ ഉപ്സ് ഇറ്റ്സ് അച്ചു എന്ന എൻ്റെ പുതിയ ചാനലിൽ ആദ്യത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഡിലോയിറ്റിലെ ജോബ് വിടുവാണ്. എൻ്റെ നോട്ടീസ് പീരീഡ് ഇന്ന് കംപ്ലീറ്റ് ആയി. ഞാൻ ബാംഗ്ലൂരിലെ പ്രസ്റ്റീജ് ടെക് പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ഇവിടെ വന്നു. ഇന്ന് എൻ്റെ ബിൽഡിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലെ ചെറിയ എന്താ പറയുക ഷട്ടിലെടുത്താലേ പോകാൻ പറ്റൂ. വലിയൊരു ഏരിയയാണിത്. അപ്പോൾ ഇങ്ങനെ ഷട്ടിലൊക്കെ കയറി എൻ്റെ ബിൽഡിങ്ങിലോട്ട് ഞാൻ പോവുകയാണ്. ആക്ച്വലി അറ്റ്മോസ്ഫിയറും ഭയങ്കര മൂകമായിരുന്നു, നല്ല മഴയായിരുന്നു. എനിക്കുള്ളിൽ നല്ല വിഷമമുണ്ട്. എന്തിനാണ് ഞാൻ ഈ ജോലി വിടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പോകെ മനസ്സിലാവും. അപ്പോൾ എൻ്റെ കഥ അറിയാൻ താല്പര്യമുള്ളവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ലാപ്ടോപ്പ് കൊടുക്കുക, ID കാർഡ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു എൻ്റെ സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൻ്റെ കൂട്ടത്ത് സെൻഡ് ഓഫ് പാർട്ടിയുടെ ക്ലിപ്സ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ കൊളീഗ്സ്. സെൻഡ് ഓഫ് പാർട്ടി നടത്താനായിട്ട് ഇന്ന് ഗ്യാദർ ചെയ്തവരാണ്. എനിക്ക് എന്താ പറയുക, വളരെ വിഷമമുണ്ട്. ഇവരോടെ ഉള്ളൊരു ലാസ്റ്റ് മൊമെൻ്റാണല്ലോ. ഇനി ഞാൻ ബാംഗ്ലൂർ വരുന്നതൊക്കെ കുറവായിരിക്കും. സോ വല്ലാത്തൊരു മനസ്സോടെയാണ് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കേക്കൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും അവരുടെ വർക്കിംഗ് ടൈമിൽ നിന്ന് കുറച്ച് ടൈം എടുത്താണ് ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുള്ളിക്ക് വേണ്ടി വെയിറ്റിങ്ങിലും കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പതിവ് പോലെ നമ്മുടെ ഫേവറേറ്റ് മേഘനാസ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും അതാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇവരോടുള്ള ഒരു ലാസ്റ്റ് ഡിന്നറാണല്ലോ ഈ ഓഫീസിൽ ഇരുന്നിട്ടുള്ളതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഏകദേശം 2.5 കൊല്ലം ഞാൻ ഇവരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ആണ്. അതുവരെ ഞങ്ങൾക്ക് എൻ്റെ ഒരു കഷ്ടകാലത്തിനാണെന്ന് തോന്നുന്നു. ഞാൻ പോകാറായ സമയത്ത് ഇവിടെ നിരന്തരം വർക്ക് ഫ്രം ഹോം കൊടുത്തായിരുന്നു ഓഫീസിൽ. ബിക്കോസ് മഴ ഒരുപാടായതുകൊണ്ട് തന്നെ. അതുകൊണ്ടിപ്പോൾ ഇവർക്ക് ഇത്ര പേർക്ക് വരാൻ പറ്റുള്ളൂ. എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറച്ച് പേര് ഈ വ്ളോഗിൽ മിസ്സിങ് ആണ്. പക്ഷേ അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ആ സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി അവരും സെൻഡ് ഓഫ് ഒക്കെ തന്നിട്ടാണ് നാട്ടിൽ വർക്ക് ഫ്രം ഹോമിന് പോയത്. വർക്ക് ചെയ്യുന്ന ഇടം എത്രയൊക്കെ നല്ലതാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് അവ വിട്ടിട്ട് പോവേണ്ടി വരും. ആ ഒരു സാഹചര്യമാണ് എനിക്കും ഇപ്പോൾ ഉള്ളത്. ഇറ്റ്സ് ഫോർ ദ ബെസ്റ്റ് എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഈ 2.5 കൊല്ലം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഓർമ്മകളൊക്കെ അത് എനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഡിലോയിറ്റ് ആക്ച്വലി വളരെ നല്ലൊരു കമ്പനിയാണ്. മൈ മോസ്റ്റ് കംഫർട്ട് സോൺ. ഈ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അതുപോലെ പക്ഷേ എന്നാൽ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. കാര്യം നമ്മൾ കംഫർട്ട് വിട്ട് പുറത്ത് പോകുമ്പോഴാണല്ലോ ലൈഫിൽ പുരോഗതി ഉണ്ടാവുക. അങ്ങനെ എൻ്റെ ലാപ്ടോപ്പും ID കാർഡൊക്കെ ഞാൻ അവരെ ഏൽപ്പിച്ച് തിരിച്ചു പോവുകയാണ്. അതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ ഇത് എല്ലാം കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഇനി പോവുക തിരിച്ച്. അപ്പോൾ ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഐ മിസ് ദിസ് പ്ലേസ് റിയലി. അപ്പോൾ ഇനി ഞാൻ എവിടെ എന്താ എങ്ങനെയെന്നൊക്കെ അറിയണ്ടേ. സോ സ്റ്റേ ട്യൂൺ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.